ഇന്നലെ താമസിച്ച് കിടന്നുണ്ടോയെന്നറിയില്ല. വെളുപ്പിനെ 5 മണിയായപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ കിടന്നിട്ടൊന്നും ഉറക്കം വരാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ വാഗമൺ വരെ ഒന്ന് പോയാലോ എന്ന്. വെളുപ്പിനെ 5:30 ആയപ്പോഴത്തേക്കും ഞാൻ കാക്കനാട് നിന്ന് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നേരെ ആലപ്പുഴയ്ക്കാണ് വെച്ച് പിടിച്ചത്. കാരണം എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അവനെ രാവിലെ തന്നെ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അവനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആലപ്പുഴയിലോട്ട് തന്നെ വെച്ച് പിടിച്ചു. നേരെ ഇനി അവിടെ ചെന്നിട്ട് അവനെ പിക്ക് ചെയ്യണം. അവനെ പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ വാഗമൺ പോകണം. ഞങ്ങൾ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് തണ്ണീർമുക്കം വഴി പാലാ കയറിയിട്ട് നേരെ വാഗമൺ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ അതായത് കൊമ്മാടിയിൽ നിന്ന് നേരെ നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണിത്. എനിക്ക് ആക്ച്വലി പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വഴിയാണിത്. ഇതിൻ്റെ സൈഡിലൊരു കനാലും കൂടെ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഒരു പ്രത്യേക വൈബാണത്. ഇവിടെ വെളുപ്പിനാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ആൾക്കാർ വന്നിട്ട് ചൂണ്ടയിടാനായിരിക്കും, മോർണിംഗ് വോക്കോ അല്ലെങ്കിൽ ഈവനിങ് വോക്കിനൊക്കെ വരുന്ന സ്ഥലമാണിത്. ഇപ്പം സമയം ഏകദേശം ഒരു 6:30 6:45 ആയിട്ടുണ്ട്. ഇനി നേരെ എൻ്റെ വീട്ടിലോട്ട് പോകണം. അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ വാഗമണിലേക്കുള്ളൊരു ഷോർട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിസാമിനെ പിക്ക് ചെയ്തിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അവൻ ആക്ച്വലി രണ്ടാമതും കിടന്ന് ഉറക്കമായിരുന്നു. പിന്നെ ഒന്നുകൂടെ വന്നിട്ട് പൊക്കിയിട്ടാണ് അവനെ വിളിച്ചുകൊണ്ട് വന്നത്. രണ്ടുപേരും കൂടെ ആക്ച്വലി ഒരു 8 വർഷം മുമ്പാണ് ഇതിനു മുമ്പേ ട്രിപ്പ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്. അത് ഈ വണ്ടി ആദ്യമായിട്ട് എടുത്ത ഒരു ടൈമിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ട്രിപ്പാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചു പോയ ക്ലൈമറ്റൊന്നും വാഗമണിലില്ലായിരുന്നു. അവിടെ ഏകദേശം ഒരു 10 മണി തൊട്ട് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഒരു 9:30 ടൈം വരെ വലിയ കുഴപ്പമില്ലാത്ത നോർമൽ ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടായി തുടങ്ങി. അങ്ങനെ പൈൻ ഫോറസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാൻ നേരം തങ്ങൾപ്പാറയിലോട്ട് കയറി. ചെല്ലുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ നല്ലപോലെ കോട അടിച്ച് കിടപ്പുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു അവിടെ.
ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞങ്ങൾ വെയിൽ കൊണ്ടിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സുഖമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫ്രഷായി വേറെ ഒരു മൂഡ് തന്നെ ആയിപ്പോയി.